السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، وواجب شرعا على المكلف معرفة الله الذي فعرفي. وواجب شرعا شرعياയ ഉജൂബാക്കപ്പെടും. ശർഈയായ ഉജൂബ് എന്ന് പറയുമ്പോൾ എടുത്താ കൂലി കിട്ടും, ഉപേക്ഷിച്ചാ കുറ്റം കിട്ടും എന്നുള്ള അർത്ഥം. ആരുടെ മേൽ വാജിബാണ്? അലൽ മുക്കല്ലഫി, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മനുഷ്യരുടെ മേൽ. അവരല്ലേ മുക്കല്ലഫാവുള്ളൂ. അപ്പോൾ ആഖിലും ബാലിഗുമായ എല്ലാ മനുഷ്യരുടെ മേലും ശർഈയായ വുജൂബാണ് മാരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മാരിഫത്ത് ഉണ്ടായിരിക്കും. അതിനൊരാൾക്കും എതിറില്ല. അതുകൊണ്ട് ഫാരിഫ്, നീ മനസ്സിലാക്കിക്കൊള്ളണം ഇക്കാര്യം. എങ്ങനെ അള്ളാഹിന്റെ മാരിഫത്ത്? ഐ യഅരിഫൽ വാജിബ വൽ മുഹാല മാ ജായിസിൻ ഫീ ഹഖ്ഖിഹി തആല എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് വാജിബായ സിഫത്തുകൾ എന്തൊക്കെയെന്നും മുസ്തഹീലായ സിഫത്തുകൾ എന്തൊക്കെയെന്നും ജായിസായ സിഫത്ത് ഏത് എന്നും അറിയണം. ആരെക്കുറിച്ചുള്ള വാജിബും മുസ്തഹീലും ജായിസും ഫീ ഹഖ്ഖിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച വാജിബായ സിഫത്തുകൾ, മുസ്തഹീലായ സിഫത്തുകൾ, ജായിസായ സിഫത്ത് എന്നിവ അറിഞ്ഞിരിക്കൽ ഓരോ മുക്കല്ലഫിന്റെ മേലും ശർഈയായ വുജൂബാണ്. അത് നേടിയെടുത്താൽ ഫർളിന്റെ കൂലി കിട്ടും. ഇല്ല, അതിൽ വീഴ്ച വരുത്തിയാൽ കുറ്റവും കിട്ടും. ബയാനു ഹുക്മി മാരിഫത്തില്ലാഹി തആല, മുക്കല്ലഫായ മനുഷ്യർ അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നതിന്റെ ഹുക്ം എന്താണ്? ശർഈയ ഹുക്മാ ചോദിക്കണം. അവരെ വാജിബുൻ ശർഅൻ എന്ന് പറഞ്ഞോർത്ത് വാജിബുൻ വുജൂബ ശർഇൻ എന്ന ശർഈയായ വുജൂബാകൽ വുജൂബാകും. ഇങ്ങനെ ഇബാറത്ത് വേണ്ടത് ബൈത്തിന് വേണ്ടിയിട്ട് ചുരുക്കിയതാ. വാജിബുൻ വുജൂബ ശർഇൻ എന്നാണ് യഥാർത്ഥത്തിലെങ്കിൽ ഫഹുദിഫൽ മുളാഫു, വുജൂബ എന്ന മുളാഫിനെ കളയപ്പെടുകയും ഉഖീമൽ മുളാഫിലൈഹി വുജൂബ ശർഇൻ എന്ന മുളാഫിലൈനെ നിർത്തപ്പെടുകയും ചെയ്തു. മഖാമഹു, ആ മുളാഫിന്റെ സ്ഥാനത്ത്. മുളാഫ് മൻസൂബാണ്, അപ്പൊ മൻസൂബിന്റെ സ്ഥാനത്ത് നിർത്തിയിട്ടാണ് ശർഅൻ എന്ന് പറഞ്ഞത്. അതാണ് ഫന്തസബ. അങ്ങനെ വന്നപ്പം മുളാഫിലേക്ക് നസ്ബ് ലഭിച്ചതാണ് ഇന്തിസാബഹു. മുളാഫിന്റെ നസ്ബ് പോലെ, മുളാഫ് മസ്തറാണ്, മഅ്റൂഫായ പിന്നെ മഫ്ഊൽ മുത്തലഖ് പറയുമ്പോൾ ഫഹുവ മുളാഫ് മൻസൂബുൻ അലാ അന്നഹു മഫ്ഊലുൻ മുത്തലഖുൻ, മഫ്ഊൽ മുത്തലഖാണ് എന്ന നിലക്ക് മൻസൂബാണ് ഈ മുളാഫ്. എന്നിട്ട് ആ മുളാഫിനെ കളഞ്ഞിട്ട് മുളാഫിനെ സ്ഥാനത്ത് തന്നെ ഇപ്പം മഫ്ഊൽ മുത്തലഖിന്റെ നിലക്കുള്ള നസ്ബോട് കൂടി തന്നെയാണ് മുളാഫ്. അതുകൊണ്ടാണ് ശർഅൻ എന്ന് പറഞ്ഞാൽ അത് അഹ്ലു സുന്നത്തും മുഅ്തസിലത്തും തമ്മിൽ വേർതിരിയുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ അർത്ഥം പറഞ്ഞാൽ ഐ വുജൂബൻ മുസ്തഫാദം മിന ശർഇ, ശർഇൽ നിന്നിട്ടും ലഭ്യമായ വുജൂബാണ് എന്ന് പറഞ്ഞാൽ ശാരിഅ തആലയിൽ നിന്നിട്ടും അറിയപ്പെട്ടത്. ഹഖീഖത്തിൽ ശർഇന്റെ ഉപജ്ഞാതാവ് അല്ലാഹുവാണ്. എന്നാൽ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും ശാരി എന്ന് പറയും. അതായത് അർത്ഥത്തിലാണ് അള്ളാഹുവിന്റെ ശർഇ നമുക്ക് വിവരിച്ച് പഠിപ്പിച്ചു തന്ന ആള് എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാരി എന്ന്. അള്ളാഹുവിന്റെ ശാരിയാണ് ഹഖീഖത്തിൽ ശർഇന്റെ ഹുക്മ് അള്ളാഹുവിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ, യാനി ഈ വാജിബുൻ ശർഅൻ അലൽ മുക്കല്ലഫി എന്ന് പറഞ്ഞതുകൊണ്ട് മുസന്നിഫ് തങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥം അന്നഹു യജിബു വുജൂബൻ ശർഇയ്യൻ, ശർഇയ്യായ വുജൂബാകൽ വുജൂബാകും. ശർഇയ്യായ വുജൂബ എന്ന് പറഞ്ഞാൽ ശർഇ വാരിദാവുന്നതിന് മുമ്പ് ആ ഹുക്കുമില്ല, അഖൽ കൊണ്ട് മാത്രം ഹുക്കുമൊന്നുമില്ല. എന്നാൽ ഈ വിഷയത്തിൽ ഖിലാഫൻ ലിൽ മുഅ്തസിലത്തി, ഇസ്ലാമിൽ ആദ്യകാലത്ത് വന്ന ചിന്താ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് മുഅ്തസില. അവര് എന്താ പറയുന്നത്? അൽ ഖായിലീന, മുഅ്തസില വിഭാഗം പറയുന്നത് ഇന്ന മാരിഫത്തുല്ലാഹി തആല വാജിബുൻ ബിൽ അഖലി, അള്ളാഹുവിനെ അറിയൽ
ശർഈയായ വാജിബല്ല, അഖലിയായ വാജിബാണ്. ശർഈ വന്നാലും വേണ്ടിയില്ല, വന്നിട്ടും ഇല്ലെങ്കിലും വേണ്ടിയില്ല. ആഖിലും ബാലിഗും ആയ ഒരാളെ സംബന്ധിച്ച് അത് വുജൂബാണ്. വുജൂബ് ശർഈനെ പറ്റി മാത്രമല്ല, എല്ലാ ഹുക്കും ജമ്മുൽ ജവാമിയിലൊക്കെ മുസന്നിഫ് തങ്ങൾ പറഞ്ഞത് കാണാലോ. വഹക്കമത്തിൽ മുഅ്തസിലത്തു അൽ അഖ്ലാൽ. മുഅ്തസില വിഭാഗം എല്ലാ ഹുക്കുമ് ചെയ്യുന്ന ഹാക്കിമ് അഖലിനെയാണ്, അള്ളാനെ നിശ്ചയിച്ചുകൊണ്ടല്ല. പിന്നെ ശറഈ വാരിദുണ്ട്, അതെന്തിനാ? അഖല് കൊണ്ട് സ്ഥിരപ്പെട്ട ഹുക്കുമിനെ ബലപ്പെടുത്താൻ വേണ്ടി. അഖല് കൊണ്ട് സ്ഥിരപ്പെട്ടു ഹുക്കുമ് ഇനി ശറയിൽ കൂടി വാരിതായാൽ അക്കൽ കൊണ്ട് സ്ഥിരപ്പെട്ട ആ ഹുക്കുമിന് ഒന്നുകൂടി ശക്തി ബലം കിട്ടും. അപ്പൊ ഹറാമ് ചെയ്താൽ കുറ്റം കിട്ടുക, വുജൂബ് ചെയ്താൽ കൂലിട്ടുക, കറാഹത്ത് ചെയ്താൽ ചോദ്യം ചെയ്യപ്പെടുക, സുന്നത്ത് ചെയ്താൽ പ്രതിഫലം ലഭിക്കുക, മുബാഹ് ചെയ്താൽ കണ്ടുമില്ലാതിരിക്കുക എന്ന് തുടങ്ങിയ ഹുക്കുമുകളൊക്കെ അക്കല് കൊണ്ട് തന്നെ ഇതറാക്ക് ചെയ്യാൻ കഴിയുന്ന ഹുക്കുമൊക്കെ അള്ളാന്റെ തന്നെയാണ്. ഈ ഹുക്കുമിനെ മനുഷ്യൻ മനസ്സിലാക്കുന്നത് അഥവാ ഇതറാക്ക് ചെയ്യുന്നത് അക്കല് കൊണ്ടാണ്. അതിന് ശരീഅത്തിന്റെ ആവശ്യമില്ല, ഒരു റസൂലും നബിയും വരേണ്ട ആവശ്യമില്ല, അക്കല് കൊണ്ട് തന്നെ മനസ്സിലാക്കും. എന്നാ പിന്നെ അമ്പിയാക്കൾ വരുന്നുണ്ടല്ലോ ശറഈനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഈ അക്കല് കൊണ്ട് മനസ്സിലാക്കിയ ഹുക്കുമിനെ ബലപ്പെടുത്താനാണ്. ഇങ്ങനെയാണ് ഒരു പറയാം. ശറഈനെ തള്ളിപ്പറയല്ല, ശറഈ വേണ്ടെന്നുമല്ല, പക്ഷേ വുജൂബാകാൻ അക്കല് തന്നെ മതി എന്നല്ല, ഹുക്കുമുകൾ സുബൂത്താകാൻ അക്കല് തന്നെ മതി. അക്കല് കൊണ്ട് തന്നെ ഹക്കാമുകളെ ഇതറാക്കി ചെയ്യാൻ കഴിയും. അവിടെ ശറഈന്റെ ആവശ്യമില്ല. അപ്പോ ശറഈ വാലിദാവാതിരുന്നാൽ പോലും ആഖിലും ബാലിഗുമായ ഒരാള് തെറ്റ് ചെയ്താലും കുറ്റം കിട്ടും, നല്ലത് ചെയ്താൽ കൂലിട്ടും ഒക്കെ വരും ഒരിടത്ത്. പക്ഷെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ അങ്ങനെയല്ല. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. ഒരു ജനതയും അവരെന്ത് തന്നെ തെറ്റ് ചെയ്താലും ഒരു റസൂലിനെ അയച്ച് അവരെ ബോധവൽക്കരിച്ച് കൊണ്ട് അത് സ്വീകരിക്കാതിരിക്കുമ്പോഴേ ശിക്ഷ ഉണ്ടാവുള്ളൂ. അപ്പൊ അമ്പിയാക്കന്മാരെ അയച്ച് ശറഈ ബയാൻ ചെയ്തതിന്റെ ശേഷമേ ശിക്ഷയുള്ളൂ. അപ്പൊ അത്ര തന്നെ കൂലിയുള്ളൂ എന്നും വരും. താരീഫ് തക്ലീഫ്. എന്താ ഈ തക്ലീഫ് എന്ന് പറഞ്ഞാ? അലൽ മുക്കല്ലഫി എന്ന് പറഞ്ഞല്ലോ. അലൽ മുക്കല്ലഫി പറഞ്ഞ മുക്കല്ലഫിന്റെ മേൽ. അപ്പൊ തക്ലീഫ് ചെയ്യപ്പെട്ടവൻ. മുക്കല്ലഫ് ആരൊക്കെയാണ്? മിനസ്സഖലൈനി അൽ ഇൻസി വൽ ജിന്നി. മനുഷ്യനും ജിന്നുമാവുന്ന സഖലൈനി, അവരാ മുക്കല്ലഫ്. ഈ അഹ്കാമു ശരീഅത്ത് കൊണ്ട് തക്ലീഫ് ചെയ്യപ്പെട്ടത് മനുഷ്യരും ജിന്നുകളുമാണ്. ഈ ശരീഅത്ത് കൊണ്ട് തക്ലീഫ് ചെയ്യപ്പെട്ടവരല്ല മലായികത്തുൽ കിറാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കുകളിലേക്ക് അയക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അത് തശ്രീഇന്റെ റിസാലത്തല്ല, തശ്രീഫിന്റെ റിസാലത്താണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഉമ്മത്തെണ്ണേറുന്നതിനനുസരിച്ച് നബിക്ക് പ്രതിഫലം കൂടുതൽ കിട്ടും, സ്ഥാനം കൂടും. അതുപോലെ തന്നെ നബിയുടെ ദർജക്കനുസരിച്ച് ഉമ്മത്തുകളുടെ ദർജ കൂടും. ആ നിലക്ക് മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ ആയത് കൊണ്ടിട്ട് മലക്കുകൾക്കുള്ള മഹത്വം കൂടും. മലക്കുകളുടെ എണ്ണത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർജയും കൂടും. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കുകളിലേക്ക് മയക്കപ്പെട്ടവരാണ്. അപ്പൊ അത് തശ്രീഫിന്റെ റിസാലത്ത് എന്നാ പറയാം. അതേ സമയത്ത് മനുഷ്യനിലേക്കും ജിന്നിലേക്കും മയക്കപ്പെട്ട റിസാലത്ത് തശ്രീഫിൻ്റെതല്ല, തശ്രീഇൻ്റെതാണ്. അത് മലക്കുകളിലേക്ക്. തക്ലീഫ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ഇൽസാമു മാഫിഹി കുൽഫ, നല്ല പ്രയാസമുള്ള അധ്വാനമുള്ള ഒരു കാര്യത്തെ നിർബന്ധിക്കുക, തക്ലീഫ് ചെയ്യുക, കീർത്തിക്കപ്പെടുക എന്നാണ് അതിനർത്ഥം. അപ്പൊ നല്ലോണം മെനക്കെട്ട് അധ്വാനിച്ച് ചെയ്യേണ്ട കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുക, അതാണ് തക്ലീഫ്. ഇങ്ങനെയാണ് അതിന് മഷൂറായ അർത്ഥം. തക്ലീഫ് പറഞ്ഞാൽ ഇൽസാമു മാഫിഹി കുൽഫത്തുന്ന്. വക്കീല എന്നാ അവിടെ രണ്ടാം കൗലുണ്ട്, ത്വലബു മാഫിഹി കുൽഫത്തുൻ. ഇൽസാം എന്ന് പറയാൻ പറ്റൂല. അധ്വാനമുള്ള പ്രയാസമുള്ള കാര്യങ്ങളെ തേടുക എന്ന് വരുമ്പോ മാഫിഹി കുൽഫത്തുൻ എന്നാണല്ലോ പറഞ്ഞത്. അത് നിർബന്ധമാണ്, ചെയ്യൽ നിർബന്ധമാണ്, ഉപേക്ഷിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്നതിൽ ഇപ്പൊ കുൽഫത്തുള്ളൂ. ഫലാ തക്ലീഫ. ഈ അർത്ഥം വെച്ചാൽ ഇൽസാമു മാഫിഹി കുൽഫത്തുൻ എന്നോ ത്വലബു മാഫിഹി കുൽഫത്തുൻ എന്നോ തക്ലീഫിന് അർത്ഥം വെച്ചാൽ സുന്നത്താക്കപ്പെട്ട കാര്യം കൊണ്ട് തക്ലീഫില്ല. കാരണം ചെയ്താൽ കൂലിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പിന്നെ അതിൽ കുൽഫത്തൊന്നുമില്ല. എന്നതുപോലെ കറാഹത്ത് ഉപേക്ഷാ കൂലിട്ടും എന്നല്ലാതെ ചെയ്താൽ കുറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോ മന്ദൂബ് കൊണ്ടോ മക്രൂഹ് കൊണ്ടോ തക്ലീഫ് ഇല്ല എന്നാണ് അലൽ അവലി ഇൽസാമു മാഫിഹി കുൽഫത്തുൻ എന്ന അർത്ഥപ്രകാരം. എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത്.
സുന്നത്ത് ഇപ്പൊ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടതല്ലല്ലോ. കറാഹത്ത് തന്നെ നിർബന്ധമായി ഉപേക്ഷിക്കാൻ കൽപ്പിക്കപ്പെട്ടതുമല്ലല്ലോ. അത് വാജിബും ഹറാമും മാത്രമേ ഉണ്ടാവുള്ളൂ. വാജിബ് നിർബന്ധമായി ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടതാണെങ്കിൽ ഹറാമ് വാജിബായി നിർബന്ധമായി ഉപേക്ഷിക്കാൻ കൽപ്പിക്കപ്പെട്ടു. അതിനാണ് ഇൽസാമു മാഫിഹി കുൽഫ എന്നത്. ബിഖിലാഫി സാനി, രണ്ടാമത്തെ ത്വലബു മാഫിഹി കുൽഫ. ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള കാര്യത്തെ ഇൽസാം ചെയ്യണില്ല. ത്വലബ് ജാസിമാണെങ്കിൽ വാജിബും ഹറാമും, ത്വലബ് ഗൈറു ജാസിമാണെങ്കിൽ കറാഹത്തും സുന്നത്തും വരും. അതിലും ത്വലബുണ്ട്, പക്ഷേ എന്തല്ല, ഇൽസാമില്ല. ത്വലബുണ്ട്, ഗൈറുജാസിമായ ത്വലബാണ്. ഫീല് കൊണ്ടോ കഫ് കൊണ്ടോ. ഫീല് കൊണ്ട് ഗൈറുജാസിമായ ത്വലബുണ്ടായാൽ മന്ദൂബ് എന്നറിയും. കഫ് കൊണ്ടിട്ട് ഗൈറുജാസിമായ ത്വലബുണ്ടായാൽ അതിന് മക്രൂഹ് എന്നും പറയും. ഫീല് കൊണ്ട് ത്വലബ് ജാസിം ഉണ്ടായാൽ അതിന് വുജൂബ് എന്ന് പറയും. കഫ് കൊണ്ട് ത്വലബ് ജാസിം ഉണ്ടായാൽ അതിന് ഹറാം എന്നും പറയും. അപ്പൊ ഈ രണ്ടാമത്തെ താരീഫ് അനുസരിച്ച് ത്വലബു മാഫിഹി കുൽഫ എന്ന താരീഫ് അനുസരിച്ച് വാജിബും ഹറാമും ഉൾപ്പെടുന്നത് പോലെ മന്ദൂബും മക്രൂഹും കൂടി ഉൾപ്പെടും. ഇനി ഏത് താരീഫ് എടുത്താലും വലാ തക്ലീഫ ബിൽ മുബാഹി, മുബാഹ് കൊണ്ട് തക്ലീഫ് ഇല്ല. വേണമെങ്കിൽ ചെയ്യാ, വേണ്ടെങ്കിൽ ചെയ്യണ്ടെന്നല്ലാതെ അവിടെ ത്വലബും ഇല്ല, ഇൽസാമും ഇല്ല. അപ്പൊ രണ്ട് താരീഫ് അനുസരിച്ചും മുബാഹ് എന്തല്ല മുക്കല്ലഫ് ബിഹി അല്ലാതെ. ഇനി വൽ മുക്കല്ലഫു, ആരായി മുക്കല്ലഫ് അറിയുന്നത്? മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ അൽ ബാലിഗു അൽ ആഖിലൂന, പ്രായപൂർത്തി എത്തിയ ബുദ്ധിയുള്ളവർ. പക്ഷെ അതുകൊണ്ട് മാത്രം പോരാ, ഒരാൾക്ക് പ്രായപൂർത്തിയായിന് ബുദ്ധിയുണ്ട് എന്നാലും മുക്കല്ലഫാവില്ല. പക്ഷെ എന്ത് വേണം? അല്ലതി എങ്ങനത്തെ ആഖിലും ബാലിഗുമാണ് ബലഗത്തുഹു ദഅവ, അംബിയാ മുർസലുകളുടെ ദഅവത്ത് എത്തിയവരായ അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നബിയുടെയോ റസൂലിന്റെയോ ദഅവത്ത് എത്തിയിരിക്കണം. അപ്പോഴേ മുക്കല്ലഫാവുള്ളൂ. തീരെ ഒരു നബിന്റെയും ദഅവത്ത് എത്താത്ത ഏതോ ഒരു പ്രദേശത്ത് ജനിച്ച് വളർന്ന് ജീവിച്ച അയാൾക്ക് ലോകത്തിനെ പറ്റി ഒരു ബന്ധവുമില്ല, ലോകത്തിനെ പറ്റി ഒരു അറിവുമില്ല. ഇങ്ങനെ ഒരു നബി വന്നണോ വന്നിട്ടില്ലേന്ന് അതും അറിയില്ല. അള്ളാഹു തആല ഒരു ശരീഅത്ത് ഇറക്കിയണോ ഇല്ലേന്നും അറിയില്ല. അയാളെ പ്രദേശത്തൊന്നും അറിയിച്ചു കൊടുക്കാൻ പറ്റുന്ന ആരുമില്ല. അങ്ങനത്തെ ആളുകൾ മുക്കല്ലഫല്ലാന്ന് ദഅവത്തെത്താത്തോല്. ഇനി അതിന്റെ പുറമെ ഇവിടെ നമ്പർ ആദലുലമാഉ ഖൈദൻ റാബിയാൻ, 3 നിബന്ധന പറഞ്ഞു മുക്കല്ലഫാണെങ്കിൽ. 1 ബുദ്ധി ഉണ്ടാവണം, 2 പ്രായപൂർത്തി എത്തണം, 3-മത്തേത് അംബിയാ മുർസലീങ്ങളുടെ ദഅവത്ത് എത്തിയിരിക്കണം. ഇനി 4-മത്തൊരു ഉപാധിയും കൂടി ഉണ്ട് അത്ര. ഏതാണ്? ഹവാസ് ഖംസ് എന്ന് പറഞ്ഞാൽ കേൾവി, കാഴ്ച, മണത്തറിവ്, തൊട്ടറിവ്, രുചിച്ചറിവ്, ഇതും കൂടി സുരക്ഷിതമായിരിക്കണം. അല്ലാത്തവർക്ക് തക്ലീഫിനെ പറ്റിയിട്ട് ഒരു വിവരം കിട്ടൂല, അപ്പൊ തക്ലീഫ് ഉണ്ടാവില്ല. അപ്പൊ വാജിബുൻ ശർഅൻ അലൽ മുക്കല്ലഫി, മുക്കല്ലഫീങ്ങളായ ആഖിലും ബാലിഗുമായ അംബിയാ മുർസലുകളുടെ ദഅവത്തെത്തിയവരായ ആണ് പെണ്ണുങ്ങൾക്ക് വുജൂബാണ്. എന്ത് വുജൂബാണ്? മാരിഫത്തുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയൽ. എങ്ങനത്തെ അല്ലാഹ്? അൽ അലി, അലി എന്ന് പറഞ്ഞാൽ മേലായവൻ. മേലായവൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം കൊണ്ട് മേലായവൻ. എല്ലാ മഖ്ലൂഖാത്തിനേക്കാളും ഉന്നതമായ സ്ഥാനവും പദവിയുമുള്ളവനാണ് അല്ലാഹു തആല. അതാണ് ഐ ബിൽ മൻസിലത്തിയത്. അലിയാണ് മേലെയാണ്. എങ്ങനെ? സ്ഥാനം കൊണ്ട്. പ്യൂണിന്റെ മേലെയാണ് ടീച്ചർ, ടീച്ചർമാരുടെ മേലെയാണ് ഹെഡ് മാസ്റ്റർ എന്ന് പറയും പോലെ. ഇങ്ങനെ താഴെ അതിന്റെ മേലെ ഇരിക്കല്ലോ. ഹെഡ് മാസ്റ്ററുടെ സ്ഥാനം മറ്റ് 2 കൂട്ടരുടെ സ്ഥാനത്തെക്കാളും മേലെയാണ്. സാധാരണ ടീച്ചർമാരുടെ സ്ഥാനം പ്യൂണിനേക്കാളും മേലെയാണ്. ഇതാണ് മൻസില കൊണ്ടുള്ള രൂപ്. അപ്പൊ മഖ്ലൂഖാത്തിൽപ്പെട്ട എല്ലാ മഖ്ലൂഖുകളെ ചേർത്തിയാലും അവരെക്കാളൊക്കെ എത്രയോ ഉന്നതമായ പദവിയിലുള്ളതാണ്. അതിന് ചുരുക്കി പറയല് മക്കാന് കൊണ്ടുള്ള ഒഴിവല്ല, മക്കാനത്ത് കൊണ്ടുള്ള ഒഴിവാണ്. മക്കാനത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞ മൻസിലത്തിന് ഉപയോഗിക്കുന്ന പേരാ, സ്ഥാനം, പദവി എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ മക്കാനത്ത് കൊണ്ട് ഉയർന്നവനാണ്. എന്തുകൊണ്ടല്ല? മക്കാന് കൊണ്ട് ഉയർന്നവനല്ല. നമ്മളെ ഹാബികളൊക്കെ പറയാ അല്ലാഹു തആല ആകാശത്തിന്റെ മുകളിലാണ് അല്ലെങ്കിൽ അർശിന്റെ മുകളിലാണ് എന്നൊക്കെ.
അപ്പൊ അർഷിന്റെ മുകളിലാവുമ്പോ എല്ലാത്തിനും മുകളിലുള്ള സൃഷ്ടിയാണ് അർഷ്. അതിന്റെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല മേലെ ആയവനാണ് എന്ന് പറഞ്ഞാൽ അട്ടത്തിന്റെ മുകളിൽ ഇരിക്കണാണ് എന്ന്. ആ അർത്ഥമല്ല. അള്ളാഹു തആലാക്ക് എല്ലാ സ്ഥലവും തുല്യമാണ്. സ്ഥലവും സമയവും ഒക്കെ അള്ളാഹുവിന്റെ മഖ്ലൂഖാണ്. അള്ളാഹു തആല ഒരു മഖ്ലൂക്കിലേക്കും ഒരിക്കലും ഒരു കാര്യത്തിനും ആശ്രയിക്കുന്നില്ല. അപ്പൊ അള്ളാഹു തആല ആകാശത്തിലാണെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ആകാശത്തിലേക്ക് ആവശ്യമുണ്ടെന്ന് വരും. അല്ലെങ്കിൽ അള്ളാഹു തആല അർശിമലാണെന്ന് പറഞ്ഞാൽ അർശിലേക്ക് അള്ളാഹു തആലക്ക് ആവശ്യമുണ്ടെന്ന് വരും. അപ്പൊ ചോദ്യം വരും, ഈ അർശ് പിന്നെ അള്ളാഹ് പടച്ചിട്ടുണ്ടായതല്ലേ? ഇത് പടക്കണേനും അള്ളാഹ് എവിടെ? ഇനി എല്ലാം നശിച്ചു പോകുന്ന കൂട്ടത്തിൽ അർശും നശിച്ചു പോകും. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ എന്നല്ലേ ഖുർആൻ പറഞ്ഞ്? അള്ളാഹുവിന്റെ പരിശുദ്ധതല്ലാത്തതെല്ലാം നശിക്കും. അപ്പൊ അർശും നശിക്കും. ഇപ്പൊ അർശിലാണ് അള്ളാഹു തആലെങ്കിൽ അർശ് നശിച്ചാൽ പിന്നെ എവിടേക്കാണ് അള്ളാഹു തആല? അർശ് പടക്കുന്നതിന് മുമ്പ് എവിടെ അള്ളാഹു തആല? അപ്പൊ അള്ളാഹു തആല ഇങ്ങനെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നവനാണോ? അത് വിശ്വസിക്കാൻ ഒരു സുന്നിക്ക് പറ്റൂല. മക്കാന് എല്ലാ മക്കാനും അള്ളാഹുവിന്റെ മഖ്ലൂഖാണ്. അല്ലാത്ത നിലക്ക് ഒരു ബന്ധവും അള്ളാഹു തആലക്ക് മക്കാനിനോടില്ല. അള്ളാഹ് പഠിച്ച പടപ്പാണ്, അവനവന്റെ ഖാലിഖായ റബ്ബാണ് എന്ന നിലക്ക് അർശിനെയും പഠിച്ചവൻ തന്നെയാണ്, ആകാശത്തിനെയും പഠിച്ചവൻ തന്നെയാണ്, ഭൂമിയും പഠിച്ചവൻ. ആ നിലക്ക് ബന്ധമുണ്ട്. പിന്നെ അലി എന്ന് പറഞ്ഞാല് പദവി കൊണ്ടിട്ട് എല്ലാ മഖ്ലൂഖാത്തിനേക്കാളും ഉയർന്ന പദവിയുള്ളവരാണ്. അള്ളാഹുവിന്റെ പദവി എത്തിയവര് അള്ളാഹ് മാത്രം, വേറെ ആരുമില്ല. അള്ളാഹുവിന്റെ പദവിയിൽ ആരെങ്കിലും ഒരാളുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാവുകയും ചെയ്യും. ഇനി വൽ മഅരിഫത്തു, മഅരിഫത്തുല്ലാഹി എന്ന് പറഞ്ഞ മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മഅരിഫത്ത് എന്ന് പറയുന്നതും വൽ ഇൽമു, ഇൽമ് എന്ന് പറയുന്നതും ബിമഅനൻ വാഹിദിൻ, ഒറ്റ അർത്ഥത്തിന് തന്നെ. അല സ്വഹീഹ്, അതാണ് ശരിയായ അഭിപ്രായം. സഹീഹ് അല്ലാത്ത അതിന്റെ ഓപ്പോസിറ്റ് പറയാം ഫാസിദ് എന്നാ. പറ്റ മോശപ്പെട്ട ഒരു കൗല്. ആ കൗലില് മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ ജുസിയാത്തിന് അറിയാനും ഇൽമ് എന്ന് പറഞ്ഞാൽ കുല്ലിയാത്തിന് അറിയാനും അങ്ങനെയൊന്നും വേണ്ട. രണ്ടും ഒരേ അർത്ഥത്തിനാണ് എന്നതാണ് ശരിയായ അഭിപ്രായം. എന്താണതെന്നാ? മഅരിഫത്ത് എന്ന് പറഞ്ഞാല് എന്താണ്, അല്ലെങ്കിൽ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇദ്റാഖു, ഒരു കാര്യത്തെ എത്തിക്കുക, മനസ്സിലാക്കുക. എങ്ങനത്തെ ഇദ്റാഖ്? അൽ ജാസിമു, ശക്കോ തറദ്ദുദോ ഇല്ലാത്ത നിലക്ക് ഒരാള് ഒരു മുശക്കിക്ക് തഷ്കീക്ക് ചെയ്യുകയോ ഒരു മുറദ്ദിദ് ഇവനെ തെർദീദ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അതുകൊണ്ട് യാതൊരു മാറ്റവും വരാത്ത ഖണ്ഡിതമായ അറിവ്, ഇതാക്കാനറിയും. അതിനെ എങ്ങനെയാവും വേണം? അൽ മുതാബിഖു ലിൽ വാഖി, യഥാർത്ഥത്തോട് യോജിച്ച, അപ്പോഴേ ഇൽമ എന്ന് പറയുള്ളൂ. നഫ്സുൽ അംറിനോട് യോജിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാള് പകൽ സമയത്ത് പുറത്തിറങ്ങി നോക്കി, സൂര്യൻ ഉദിച്ച് കാണുന്നുണ്ട്. സൂര്യൻ ഉദിച്ചവൻ കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോൾ പകലാവുന്നു എന്ന് അവൻ അറിഞ്ഞു. ഈ ഇദ്റാഖ് ഇതിപ്പോ എന്താണ്? ജാസിമ, കാരണം കണ്ട് ബോധ്യപ്പെട്ടതാണ്. അത് തന്നെ അൽ മുതാബിഖു ലിൽ വാഖി, യാഥാർത്ഥ്യത്തിനോടൊക്കെ അവന്റെ വിശ്വാസം എന്താന്ന് നോക്കിയിട്ട് കാര്യമില്ല, വസ്തുതയോടൊക്കണം. വാഖി എന്ന് പറഞ്ഞാൽ വസ്തുതയോടൊക്കണം. ഇപ്പോൾ രാത്രിയാണ് എന്ന് പറഞ്ഞത് വസ്തുതയാണ്. അങ്ങനെ ഒരാള് ഇപ്പോൾ രാത്രിയാണ് എന്ന് ബോധ്യപ്പെട്ട ഉറച്ച അറിവ് കിട്ടി. അപ്പോൾ നഫ്സുൽ അംറിനോടൊത്ത ജാസിമായ ഇദ്റാഖാണ്. അതിനെ എങ്ങനെയാണ്? മൂജിബിൻ, തെളിവിന്റെ അടിസ്ഥാനത്തിൽ. മുജിബ് പറഞ്ഞതാ തെളിവ് എന്ന് പറഞ്ഞാൽ രണ്ട് അതിണ്ട്. നദരിയായ കാര്യങ്ങള് ഖിയാസാവുന്ന ദലീൽ തന്നെ വേണം. സൂറിൻ കുബറിൻ കൂട്ടിയിട്ട് അസ്ഹറിന്റെയും അക്ബറിന്റെയും നിയമങ്ങൾ പാലിച്ചിട്ട് ഹദ്ദോസത്ത് തക്രാറാവുക എന്ന നിയമം പാലിച്ചുകൊണ്ട് ഖിയാസിന്റെ ഒന്നാമത്തെ ശക്രി, ഒന്നാം വെർബോ രണ്ടാം വെർബോ ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ മന്തിഖിന്റെ അഹ്ലുകാർ പറയുന്നത് പോലെ ഷർത്തുകളെല്ലാം പാലിച്ച് നതീജ ലാസിമാവുന്ന നിലക്കുള്ള ഖിയാസ് കൊണ്ട് കിട്ടുന്നതാണ് നദരിയ ഇൽമ്. അതിന് മുഖദ്ദിമാത്തിനെ തർത്തീബ് ചെയ്തിട്ട് നതീജ ഹാസനാണ്. അതും എന്തോട്ട് ലിമോജിബിൻ എന്ന് പറഞ്ഞ വിട്ട്. അപ്പൊ ദലീലിന്റെ അടിസ്ഥാനത്തിൽ. ഇനി ഹവാസ് കൊണ്ടുള്ള ഏതാ? ഹവാസ് ഹംസ കൊണ്ട് ഇതാക്കി ചെയ്യുന്ന ലറൂറിയ ഇൽമ. അപ്പൊ നേരത്തെ പറഞ്ഞേക്ക് തീയമൽ വെറുതെ ഒന്ന് തൊട്ട് നോക്കിയപ്പോ ചൂടുണ്ട് മനസ്സിലായി. പുറത്തുനിന്നിറങ്ങി വേപ്പട്ട് നോക്കിയപ്പോ സൂര്യനുണ്ട്, പാലാണെന്ന് മനസ്സിലായി. ഇങ്ങനെ ഇൽത്തിഫാത്തുൻ നഫ്സ് കൊണ്ട് ഹാസിലാവുന്ന വെറൂറി ആയാലും വേണ്ടില്ല. അപ്പൊ നെറിരി ആയാലും വേണ്ടിയില്ല,
ലറൂറി ആയാലും വേണ്ടിയില്ല. രണ്ടും ഒന്ന് ഇൽത്തിഫാത്തുൻ നഫ്സ് മതി, മറ്റേന് ശരിയായ ഖിയാസ് വേണം. ഇങ്ങനെ കിട്ടുന്ന ദലീലിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതും വസ്തുതയോട് ഒത്തതുമായ ഖണ്ഡിതമായ അറിവിനാണ് ഇൽമ് എന്ന് പറയും. ലിമൂജിബിൻ എന്ന് പറഞ്ഞപ്പോൾ ഷമില ലറൂറിയ വന്നറിയ, ലറൂറിയിൽ ദലീൽ വേണ്ട, പക്ഷെ തമ്പീഹ് വേണം. അതിനാണ് ഇൽത്തിഫാത്തുൻ നഫ്സ് എന്ന് പറയാം. അതേ സമയത്ത് നദരിയിൽ മന്തിഖിന്റെ നിയമപ്രകാരമുള്ള ഖിയാസാവുന്ന ദലീൽ തന്നെ വേണം. അപ്പൊ ദലീൽ കൊണ്ട് കിട്ടിയാലും വേണ്ടിയില്ല, അതല്ല ഇൽത്തിഫാത്തുൻ നഫ്സ് ആവുന്ന ഇൽത്തിഫാത്ത് കൊണ്ട് മാത്രം കിട്ടിയാലും വേണ്ടിയില്ല. നദരി ലറൂറി രണ്ടും എന്താണ്? ലിമൂജിബിൻ ലഭിക്കുന്നതാ, അതോടുകൂടി നഫ്സുൽ അംറിനോട് ഒത്തതുമാണ്. അപ്പൊ ഇൽമ് എന്ന് പറയുകയാണെങ്കിൽ ജാസിമാവണം ഇദ്റാക്ക്, അത് നഫ്സുൽ അംറിനോട് യോജിച്ചിരിക്കണം, തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഈ 3 ഷർത്ത് അനുസരിച്ച് ലഭിക്കുന്ന ഇദ്റാഖ് അഥവാ മാരിഫത്താണ്. അതിൽപ്പെട്ട ലറൂറിയും നദറിയും രണ്ടും പെട്ട് മാരിഫത്ത് എന്ന് പറയും. വഖറജ ബിഖൈദിൽ ജാസിമി, ഇദ്റാഖ് ജാസിം എന്ന നിബന്ധന കൊണ്ട് പുറപ്പെടുന്നുണ്ട്. വന്നില് ജാസിം ഉണ്ടാവില്ല, മറിച്ച് മുഖാലിഫായ ജിഹത്തിന് മർജുഹായ ഇഹ്തിമാലുണ്ടാവും. മുഖാലിഫായ ജിഹത്തിന് ബലഹീനമായ മർജുഹായ ഒരു ഇഹ്തിമാലുണ്ട്. റാജിഹായ ഇഹ്തിമാല് ഇവന്റെ വന്നിനോട് യോജിച്ചിട്ടേക്കാണ്. വന്ന് എവിടെ ഉണ്ടോ അവിടെ അതിന്റെ മുഖാലിഫായ ഒരു ഇഹ്തിമാല് ലൈഫായത് ഉണ്ടാവും. അത് ജാസിമല്ല, അതുകൊണ്ട് അതിന് ഇൽമ് എന്ന് പറയില്ല. ഇനി വബിൽ മുതാബിഖ്, നഫ്സുൽ അംറിനോട് ഒത്തത് എന്ന് പറഞ്ഞത് കൊണ്ട് പുറപ്പെട്ടു. അൽ ഇഅ്തിഖാദുൽ ഫാസിദു, നല്ല ദൃഢമായ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ നഫ്സുൽ അംറിനോട് ഒത്തിട്ടില്ല. നമ്മൾ വഹാബികൾക്ക് വിശ്വസിക്കും പോലെ തന്നെ അള്ളാഹു തആല ആകാശത്തിലാണ്, അല്ലെങ്കിൽ അള്ളാഹു തആല അർശിമ്മലാണ്, നല്ലോണം ഉറച്ച് വിശ്വസിച്ചു. എന്നാലും അതിന് ഇത്തിഖാദ് ഫാസിദ് എന്നാ പറയാം, അതിന് ഇൽമ് എന്ന് പറയാൻ പറ്റൂല. ഏതുപോലെ ഉദാഹരണം പറഞ്ഞാല് ഇത് ഫാസിദായ ഇത്തിഖാദിനെ ഇത്തിഖാദിൽ ഫൽസഫി, ഒരു ഫിലോസഫർ വിശ്വസിക്കുന്നു ഖിദമൽ, ഈ ലോകം തുടക്കമില്ലാത്തതാണ്, അള്ളാഹുവിനെ പോലെ ഖദീമാണ് എന്ന് വിശ്വസിക്കുന്നു. ഓരോ തെളിവിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇക്കാരം, പക്ഷേ അത് അബദ്ധമാണ്, നഫ്സുൽ അംറിനോട് ഒത്തിട്ടില്ല. ആലം ഹാദിസാണ് എന്നുള്ളതാണ് നഫ്സുൽ അംറിനോട് ഒത്ത്. ഇനി വബിഖൗലിഹി ലിമൂജിബിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മട്ട് ഐ മുഖ്തദിൻ, ഈ മുഖ്തദി എന്താ? മിൻ ദലീലിൻ, ഒരു പക്ഷേ ഖിയാസ് കൊണ്ടുള്ള ദലീലാവാം, ഔ ഹിസ്സിൻ, അതല്ലെങ്കിൽ ഹവാസ് ഹംസാവാം. ഹവാസ് ഹംസ് എന്ന് പറഞ്ഞാല് നമുക്കറിയുന്ന തന്നെ സമഅ്, ബസർ, ഷമ്മ്, ലംസ്, ലൗഖ്. ഇനി അതല്ലെങ്കിൽ ഹവാസ് ബാത്തിന് കൊണ്ടുള്ളത്, അതാണ് വിജ്ദാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിശക്കുന്നുണ്ട്, ചൂടുണ്ട്, തണുപ്പുണ്ട്, ദാഹിക്കുന്നുണ്ട്, ദേഷ്യമുണ്ട്, ഇഷ്ടമുണ്ട് എന്നൊക്കെ പറയുന്നത്. അത് ഹവാസ് വാഹിർ കൊണ്ടല്ല ഇദ്റാഖ് ചെയ്യുന്നത്, ഹവാസ് ബാത്തിന് കൊണ്ടാണ്, വിജ്ദാനിയാത്ത് പറയും. അങ്ങനെ ഇഅ്തിഖാദി സുന്നിയത്തി സ്വലാത്തിൽ ഈദൈൻ, ചെറിയ പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്, വലിയ പെരുന്നാൾ നിസ്കാരം സുന്നത്താണ് എന്ന് വിശ്വസിക്കുന്നു. അത് നഫ്സുൽ അംറിനോടൊത്ത ഇഅ്തിഖാദാണ്, സഹീഹായ ഇഅ്തിഖാദ് എന്ന് പറയും. അതേ സമയത്ത് ചെറിയ പെരുന്നാൾ നിസ്കാരം വലിയ പെരുന്നാൾ നിസ്കാരം ഫർളാണ് എന്നൊരാൾ വിശ്വസിച്ചു, അതും ഇഅ്തിഖാദ് തന്നെയാണ്, പക്ഷേ ഇഅ്തിഖാദ് ഫാസിദ. വല്ലദി യക്ഫി ഫിൽ മഅരിഫത്തി, ഒരാള് മുസ്ലിമായി തീരാൻ മഅരിഫത്ത് വേണമെന്നാണല്ലോ. ഈ മഅരിഫത്തിൽ അനിവാര്യമായത് അദ്ദലീലുൽ ജുമലിയു ഫിൽ ജുംല, തഫ്സീലിയായിട്ട് ഓരോ ദലീലുകളും ഓരോ ഇഖ്തിഖാദിനും പ്രത്യേകം പ്രത്യേകം തഫ്സീലിയായ ദലീൽ വേണം എന്ന് നിർബന്ധമില്ല. അത് ഉലമാക്കൾക്ക് ആവശ്യമാണ്. ഫർദ് കിഫായി ആയിട്ട്, ഫർദ് ഐനായിട്ട് മുജ്മലായ ദലീൽ ഉണ്ടായാൽ മതി. ഏതാണ്? അൽ മഅജൂസ് അൻ തഫ്സീലിഹി, സംഗതി പറഞ്ഞ ഷർത്തൊത്ത ഇത്തിഖാദുണ്ട്, ഇദ്റാഖുണ്ട്, പക്ഷെ അത് തഫ്സീലിയായിട്ട് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ദലീൽ പറയാനൊന്നും കഴിയൂല. എന്നാൽ ഇജ്മാലിയായ ദലീൽ എന്ന് പറയും, അത് മതി. വഹല്ലി ശുബയ്യനോ ആരെങ്കിലും അതിൽ ഇഷ്കാലോ സംശയമോ ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയൂല. 3 ബോധ്യമുണ്ട്, അതിനാണ് മുജ്മൽ എന്ന് പറയുന്നത്. ഉദാഹരണം, കയരിഫ വുജൂദഹു തആല, അള്ളാഹു ഉണ്ട് എന്ന് അറിയുന്ന ഒരാൾ എങ്ങനെ അറിയുന്നത്? ബികൗനിഹി ഖാലിഖ ലിൽ ആലമീൻ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ്.
അപ്പൊ പ്രപഞ്ചം ഇല്ലായ്മയിൽ നിന്നുണ്ടായതാവുമ്പോൾ ഇല്ലായ്മയിൽ നിന്നുണ്ടായവനല്ലാത്ത പണ്ടേ ഉള്ളവനായ ഒരു സൃഷ്ടാവ് വേണം എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ആലം കണ്ടപ്പം അതിന് ഖാലിഖ് വേണം എന്ന് വിശ്വസിക്കുമ്പോൾ ആണ് മുജ്മലി അറിയുന്നത്. അമ്മ തഫ്സീലിയു എന്നാൽ തഫ്സീലിയായ ദലീൽ പറഞ്ഞാൽ എന്താ? വഹുവ അൽ മഖ്ദൂറു ഫി അലാ മാ ദുക്കിറ, ഓരോന്നും പ്രത്യേകം പ്രത്യേകം തഫ്സീലായിട്ട് പറയാൻ കഴിയുന്നത്. അത് ഫർള് കിഫായിയേ ഉള്ളൂ, ഉലമാ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി എന്നാണ് അലാ മാ ദുക്കിറ തഫ്സീല്. റദ്ദു ശുബഹന്നു, ഇൽത്തിബാസ് വന്നാൽ ആ ഇൽത്തിബാസിന് തെറ്റിദ്ധാരണകൾ നീക്കി കൊടുക്കാനും തഫ്സീലായിട്ട് ദലീൽ പറയാനും ഒക്കെ കഴിയും. ചുരുക്കത്തിൽ ഫലാ യജിബു ഐനിയൻ, തഫ്സീലിയായിട്ട് അഖീദന്റെ ഓരോ അഖീദന്റെയും തഫ്സീലിയായ ദലീൽ അറിയൽ ഫർള് ഐനല്ല, വുജൂബ് ഐനിയല്ല. പിന്നെ ബൽ വുജൂബൻ കിഫായിയൻ, ഫർള് കിഫായിയ. ഉലമാക്കളിൽപ്പെട്ട ഒരു കൂട്ടര് എല്ലാ ഭാഗത്തും ഒന്നോ രണ്ടോ ആളുകൾ വേണം. ആരെങ്കിലും അഖീദയെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സംശയം ഉന്നയിച്ച് വരുമ്പോൾ ആ സംശയം തീർത്ത് വിശദീകരിച്ച് മനസ്സിലാക്കാൻ കൊടുക്കുന്ന ഉലമാന്റെ സാന്നിധ്യം ഉണ്ടായാൽ മതി. എല്ലാവരും തഫ്സീലിയായിട്ട് പഠിച്ചോളണം എന്നില്ല, അത് സാധ്യമല്ല. മുജ്മലായ നിലയിൽ ഉണ്ടായാൽ മതി സാധാരണക്കാർക്ക്. എന്തിനാണ് ഫർള് കിഫായി ആയിട്ട് കുറച്ചാളുകൾ എന്തെങ്കിലും പഠിക്കണം എന്ന് അറിയണല്ലേ? സൗനിദ്ദീനി ബിദഫിൽ ഖുസൂം, ദീനിന്റെ എതിരാളികളുടെ എല്ലാ സംശയങ്ങളും ചോദ്യങ്ങളും തർക്കങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉലമായിൽപ്പെട്ട ഒരു ഭാഗം ഈ തഫ്സീലിയായ ദലീൽ അറിയുന്നവരുണ്ടാവണം. അത് ഫർള. അപ്പൊ തഫ്സീലിയായ ദലീൽ അറിയൽ ഫർള് കിഫായിയും മുജ്മലായ ദലീൽ അറിയൽ ഫർള് ഐനിയുമാണ്. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.